കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവജനത്തിന് സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ലഭിച്ച ഈ വിലപ്പെട്ട അവസരം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ദാനമായി തന്ന സമയങ്ങളാണല്ലോ. ഈ ദിവസത്തിൻ്റെ പ്രഭാതം മുതൽ ഇതുവരെയും നമുക്ക് അനുഭവിച്ച ദൈവകൃപയ്ക്കായി ചേർന്ന് നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവികമായ വലിയ കരുതൽ, ദൈവികമായ സംരക്ഷണം അനുഭവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. നമ്മൾ യാത്ര ചെയ്തിടങ്ങളിലും നമ്മുടെ പാർപ്പിടത്തിലും നമ്മുടെ ഔദ്യോഗിക മേഖലകളിലൊക്കെ ദൈവിക കരുതലുകൾ അനുഭവിക്കുവാൻ ഇടയാക്കിയത് ഓർത്ത് നമ്മുടെ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ സന്ധ്യകൾ നമ്മൾ ഇത്രയും പേര് ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വമുള്ള പ്രവൃത്തി അനുഭവിച്ചറിയുവാൻ കർത്താവ് നമ്മുടെ ഓരോ സമയങ്ങളിലും ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുതൽ എല്ലാവരും അനുഭവിച്ചറിയുവാൻ ഇടയായിത്തീരട്ടെ. നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളിലൊക്കെ നമുക്ക് ദൈവികമായ സംരക്ഷണവും ദൈവിക കരുതലുകളും എല്ലാ നിലകളിലും അനുഭവിച്ചറിയുവാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ ഇടയാക്കും. സ്തോത്രം. നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് തുടർന്നും പരസ്പരം പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് ദൈവവചനത്തിൽ നിന്ന് ഒരു ചിന്ത ദൈവമക്കളുമായി പങ്കുവയ്ക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിക്കുകയാണ്. ഇന്ന് രാത്രി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വഴി തികവുള്ളത് എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പ മിനിറ്റുകൾ ദൈവമക്കളുമായി ഒരു ചിന്ത പങ്കുവയ്ക്കുവാനാണ് ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണ്. സ്തോത്രം. നമ്മൾ സദൃശവാക്യങ്ങളുടെ പുസ്തകം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ. നമ്മുടെ സദൃശവാക്യങ്ങളുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ച് ദൈവമക്കൾ കേൾക്കുവാനിടയായി തീർന്നത്. അവിടെ നമ്മൾ കേട്ടതായ ദൈവവചനം ഇങ്ങനെയാണ്: ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, എന്നാൽ അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ. അതെ, ഒരു മനുഷ്യൻ്റെ വഴി ചിലപ്പോൾ നമ്മുടെ വഴികൾ ഒക്കെ നമ്മൾ മുൻപോട്ട് പോകുന്ന നമ്മുടെ യാത്രകളിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ഒക്കെ നമുക്ക് ചൊവ്വായി ചിലപ്പോൾ തോന്നും, എന്നാൽ അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ദൈവാശ്രയം കൂടാതെ, ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കൂടാതെ, ദൈവത്തോട് ആലോചനയില്ലാതെ പലപ്പോഴും നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ, നാം എടുക്കുന്ന തീരുമാനങ്ങൾ, അതൊക്കെ ഒരുപക്ഷെ അത് നന്മയായി ഭവിക്കുകയില്ല. ചിലപ്പോൾ അത് നാശത്തിലേക്ക് പോകുവാൻ ഇടയായിത്തീരും എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ കൂടാതെയുള്ള വഴികൾക്ക് ഒന്നും ദൈവിക കരുതലുകൾ അനുഭവിക്കുവാൻ ഇടയായിത്തീരുകയില്ല. എന്നാൽ ദൈവികമായ സംരക്ഷണവും ദൈവിക കരുതലും അനുഭവിക്കുവാൻ ഇടയായിത്തീരണമെങ്കിൽ അത് വളരെ ദൈവാശ്രയത്തോടുകൂടെ മാത്രമേ നമ്മളങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ, നമ്മുടെ പ്രവൃത്തികളിൽ ഏർപ്പെടുവാൻ ഇടയായിത്തീരാവൂ. ഇല്ലെന്ന് വരിയിൽ നമ്മുടെ വഴികളിലൊക്കെ നമുക്ക് പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആ ചിന്തകളെ നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥനാ യോഗത്തിൽ സംബന്ധിക്കുന്ന ദൈവമക്കളെ, നമ്മൾ ഏത് ജീവിതയാത്രയിൽ ഏത് തീരുമാനങ്ങൾ എടുത്താലും നമ്മുടെ ഓരോ വഴികളിലും അത് ദൈവീക കരുതലുകൾ അനുഭവിച്ചറിയുവാൻ ദൈവാശ്രയ ബോധത്തോടുകൂടെ മാത്രമേ ആ കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുവാൻ ഇടയായിത്തീരും. പ്രത്യേകിച്ച് ഒരു ദൈവവൈതനെ സംബന്ധിച്ച് സ്തോത്രം, നമുക്ക് കരുതുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണെന്ന നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. സങ്കീർത്തനത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങത്തില്ല, അവർ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണെന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ദൈവാശ്രയമുള്ളവരാണ്. ഹല്ലേലൂയ. കുലുങ്ങിപ്പോകാതെ നിൽക്കുവാൻ നമുക്കൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വേണ്ടി കർത്താവ് തരുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവമക്കൾ ആ ദൈവ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം
ഇടയായിത്തീരണം. സ്തോത്രം. അവിടെ തന്നെ നമ്മൾ ദൈവത്തിൽ വായിക്കുന്നുണ്ട്, നീതിമാന്റെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ലെന്ന്. കാരണം അങ്ങനെ ദൈവാശ്രയമുള്ള ദൈവകൃപയിൽ ശരണപ്പെടുന്നതായ ഒരു ഭക്തനെ സംബന്ധിച്ച് ഹല്ലേലൂയ, അവൻ്റെ നന്മയുടെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയായിരിക്കും. അതായത് നീതിമാന്റെ ഒരു അവകാശത്തിൻ്റെ മേലും ദുഷ്ടന്മാരുടെ ചെങ്കോൽ ഇരിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. നമ്മുടെ വഴികളിലെ കുറവുകളെ തീർക്കാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യമാണ് നമുക്കെല്ലാ മേഖലകളിലും അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. സ്തോത്രം. നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്, സങ്കീർത്തനങ്ങൾ 18:30 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവത്തിൻ്റെ വഴി തികവുള്ളത് എന്ന് നമ്മൾ ദൈവത്തിൽ വായിക്കുന്നുണ്ട്. സ്തോത്രം. സങ്കീർത്തനങ്ങൾ അതിൻ്റെ 18:30 അങ്ങനെ നമ്മൾ വായിക്കുന്നത്, ദൈവത്തിൻ്റെ വഴി തികവുള്ളത്. ആ ഭാഗം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ശത്രുക്കളുടെയും ശൗലിൻ്റെയും കയ്യിൽ നിന്ന്, ആമേൻ, എല്ലാ ശത്രുക്കളിൽ നിന്നും ശൗലിൻ്റെയും കയ്യിൽ നിന്ന് യഹോവയായ ദൈവം ദാവീദിനെ വിടുവിച്ചപ്പോൾ ദാവീദ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പാടുന്നതായ ഒരു ഭാഗമാണ്. നമ്മൾ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിലാണ് ഇത് കാണുന്നത്. സ്തോത്രം. അവിടെ പാടുന്ന ആ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്ന സമയത്ത് ദാവീദ് രാജാവ് പറയുന്ന ഒരു ഭാഗത്താണ് പറയുന്നത്, ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണെന്ന്. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ, ജീവിതത്തിൻ്റെ കഷ്ടതയുടെയും കയ്പിൻ്റെയും നാളുകളിൽ, ഏകനായി യാത്ര ചെയ്യേണ്ടി വന്ന സാഹചര്യങ്ങളിൽ, ഒറ്റപ്പെട്ടു പോയ സാഹചര്യങ്ങളിൽ, ആമീൻ, സ്തോത്രം, ആമീൻ, തകർന്നു പോകും എന്ന് തോന്നിയ സമയങ്ങളിലൊക്കെ തന്നെ കരം പിടിച്ച് നടത്തിയതായ ദൈവത്തിൻ്റെ വിശ്വസ്തമായ ആ ദൈവീക മഹത്വത്തെ ധ്യാനിച്ചുകൊണ്ട്, ആമീൻ, ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ പറയുകയാണ്, ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണെന്ന്. ഇത് അനുഭവിച്ചറിയുന്ന ഓരോ ദൈവവൈതലിനും, ദൈവ സാന്നിധ്യത്തിൻ്റെ സംരക്ഷണം അനുഭവിച്ചറിയുന്ന ഓരോ ദൈവവൈതലിനും ആഴത്തിൽ നിന്നുകൊണ്ട് പറയുവാൻ കഴിയും, അതെ, ദൈവത്തിൻ്റെ വഴി അത് തികവുള്ളതാണ് എന്ന് തീർത്ത് പറയുവാനായിട്ട് കഴിയും. ഇന്ന് രാത്രിയിൽ ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ വൈതലെ, നാം ദൈവകൃപയിൽ ആശ്രയിക്കുമ്പോൾ, ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ ആശ്രയിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും എന്നതിന് സംശയമില്ല. സ്തോത്രം. ഒരു ദൈവവൈതലിൻ്റെ വലങ്കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ മഹത്വമുള്ള കരമാണ്. സ്തോത്രം. നമ്മൾ ബലഹീനമായി പോകാതിരിക്കേണ്ടതിന്, നമ്മൾ ക്ഷീണിച്ചു പോകാതിരിക്കേണ്ടതിന്, നമ്മളെ ബലപ്പെടുത്തി നടത്തേണ്ടതിന് ആ നല്ല കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നമുക്ക് നമ്മളെ നല്ല വഴിയിൽ നടത്തുവാൻ തക്കവണ്ണം നല്ല കാര്യസ്ഥനായി നമ്മോട് കൂടെയുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. നമ്മൾ സംഖ്യാപുസ്തകം വായിക്കുന്ന സമയത്ത് അതിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ദൂതൻ വഴിയിൽ അവന് പ്രതിയോഗിയായി നിന്നുവെന്ന് കാണുന്നുണ്ട്. സംഖ്യാപുസ്തകം 22-ാമത്തെ വാക്യത്തിലാണ് നമ്മളങ്ങനെ കാണുന്നത്. സ്തോത്രം. അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, സ്തോത്രം, അവൻ പോകുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു, യഹോവയുടെ ദൂതൻ വഴിയിൽ അവന് പ്രതിയോഗിയായി നിന്നു എന്ന് കാണുന്നു. ദൈവത്തിൻ്റെ ദൂതൻ അവന് വഴിയിൽ പ്രതിയോഗിയായിട്ട് നിന്നു എന്ന് നമ്മൾ കാണുകയാണ്. സ്തോത്രം. അവൻ പോകുന്നത് കണ്ടതുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ അവന് വഴിയിൽ പ്രതിയോഗിയായിട്ട് നിന്നു. അത് ആരെക്കുറിച്ച് പറയുന്നുവെന്ന് നമ്മൾ സംഖ്യാപുസ്തകത്തിൽ കാണുന്നുണ്ട്. അവിടെ പറയുന്നത്, മോവാബ് രാജാവായ ബാലാക്ക് അവൻ്റെ ആവശ്യപ്രകാരം, മോവാബ് രാജാവായ ബാലാക്കിൻ്റെ ആവശ്യപ്രകാരം ബിലയാം ഇസ്രയേൽ ജനത്തെ ശപിക്കുവാനായിട്ട് കടന്നു പോകുന്ന ഒരു ഭാഗത്താണ് നമ്മളത് കാണുന്നത്. സ്തോത്രം. ആമേൻ. അവിടെ പോകുന്നത്, ഈ മോവാബ് രാജാവായ ബാലാക്ക് വന്ന് ബിലയാമിനോട് ആവശ്യപ്പെടുകയാണ് ഇസ്രയേൽ ജനത്തെ ശപിക്കണമെന്ന്. അപ്പോൾ ആ ഇസ്രയേൽ ജനത്തെക്കുറിച്ച് ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇസ്രയേൽ ജനത്തിൻ്റെ പ്രത്യേകത എന്തുവാണെന്നുള്ളത് ദൈവവചനത്തിൽ കാണുന്നുണ്ട്. അതിൻ്റെ ഈ സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. 23-ന്റെ 9-ാമത്തെ വാക്യം ഇത് ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. തനിച്ച് പാർക്കുന്ന ഒരു ജനമാണ്, ജാതികളുടെ കൂട്ടത്തിൽ അവർ എണ്ണപ്പെടുന്നില്ല. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രയേലിൽ കഷ്ടത ദർശിക്കാനുമില്ല, അവൻ്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കുന്നു. ഇങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനമായിരുന്നു ഇസ്രയേൽ ജനം. ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരുന്നു ഇസ്രയേൽ ജനം. ആ ജനത്തെ ശപിക്കുവാനായിട്ടാണ് ബാലാക്ക് വന്ന്, മോവാബ് രാജാവായ ബാലാക്ക് വന്ന് ഈ ബിലയാമിനോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ സ്തോത്രം, ബിലയാം ദൈവത്തോട് ആലോചന ചോദിക്കുന്നുണ്ട്, പോകണമോ എന്ന്. എന്നാൽ ദൈവം ബിലയാമിനോട് പറയുന്നുണ്ട്, നീ അവരോടുകൂടെ പോകണം എന്ന് പറയുന്നു. സ്തോത്രം.
അങ്ങനെയാണ് ഈ ബിലെയാം അവിടെ കടന്നു പോകുന്നത്. ദൈവത്തിൻ്റെ കോപം അവിടെ 22-ാമത്തെ വാക്യത്തിൽ 22-ാം അധ്യായം സംഖ്യാപുസ്തകം 22-ന്റെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവൻ പോകുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ ദൂതൻ വഴിയിൽ അവന് പ്രതിയോഗിയായി നിന്നു. അവനോ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യുകയായിരുന്നു. അവൻ്റെ 2 ബാല്യക്കാരും കൂടെ ഉണ്ടായിരുന്നു. യഹോവയുടെ ദൂതൻ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് വഴിയിൽ നിൽക്കുന്നത് കഴുത കണ്ടു. കഴുത വഴിയിൽ നിന്ന് മാറി വയലിലേക്ക് പോയി. ഇവിടെ ബിലെയാം കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ആ കഴുത നേരായ വഴിയിൽ പോകാതെ കൊണ്ട് അവന് നേരിട്ട് പോകുവാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് പ്രതിയോഗിയായി ദൈവത്തിൻ്റെ ദൂതൻ അവിടെ നിൽക്കുകയാണ്. സ്തോത്രം. ഇവിടെ നമ്മൾ ആ സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ബിലെയാമിനോട് അവിടെ പോകുവാൻ പറയുന്നത്, അല്ലെങ്കിൽ ആ ജനത്തിൻ്റെ അടുത്തേക്ക് പോകുവാൻ പറയുന്നത്, യഹോവയായ ദൈവം ബിലെയാമിനോട് പറയുന്നുണ്ട്, നീ അവരെ ശപിക്കുകയല്ല, നീ അവരെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് പോകുവാൻ ദൈവം അവരോട് കൽപ്പിച്ചതിന് പ്രകാരമാണ് പോകുന്നത്. എന്നാൽ വഴിമധ്യത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ അവന് പ്രതിയോഗിയായിട്ട് നിൽക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, ഈ ബിലെയാമിൻ്റെ യാത്രയുടെ ഉദ്ദേശമെന്ന് പറയുന്നത് അത് സദുദ്ദേശത്തോടു കൂടെയല്ല ബിലെയാം അവിടെ യാത്ര ചെയ്യുന്നത്. ദൈവമാണ് ബിലെയാമിനോട് യാത്ര ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ ബിലെയാം യാത്ര ചെയ്യാൻ തീരുമാനിച്ച അവൻ്റെ ഉള്ളത്തിൽ അവൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം കാണുവാൻ കഴിയുന്നുണ്ട്. പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ദൈവമക്കളുടെ ശ്രദ്ധയ്ക്കായിട്ട് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അവിടെ നമുക്ക് ഏത് ഉദ്ദേശത്തോടു കൂടെയാണ് ഈ ബിലെയാം യാത്ര ചെയ്തത് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 2 പത്രോസ് 2:15 മുതലുള്ള വാക്യങ്ങൾ. അവർ നേർവഴി വിട്ട് തെറ്റി ബെയോരിൻ്റെ മകനായ ബിലെയാമിൻ്റെ വഴിയിൽ നടന്നു. അവൻ അനീതിയുടെ കൂലി കൊതിച്ചു, എങ്കിലും തൻ്റെ അകൃത്യത്തിന് ശാസന കിട്ടി. അവിടെ നമ്മൾ വായിക്കുന്നത് അവൻ അനീതിയുടെ കൂലി കൊതിച്ചു, എങ്കിലും തൻ്റെ അകൃത്യത്തിന് ശാസന കിട്ടി. ഉരിയാട കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകൻ്റെ ബുദ്ധിഭ്രമത്തെ തടുത്തുവല്ലോ. ഇവിടെ നമ്മൾ കാണുവാൻ കഴിയുന്നത് ഈ ബിലെയാം യാത്ര ചെയ്യുന്നത് ദൈവമാണ് പറയുന്നത്, നീ ആ ജനത്തിൻ്റെ അടുത്തേക്ക് പോകണം. ബാലാക്കിൻ്റെ ആവശ്യപ്രകാരം പോകാൻ പറയുന്നത് യഹോവയായ ദൈവമാണെങ്കിൽ പോലും അവൻ്റെ ഹൃദയത്തിൻ്റെ ഉദ്ദേശത്തെ അറിയുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്തുവായിരുന്നു അവൻ്റെ ഉദ്ദേശം? അവന് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് യാത്ര ചെയ്യുന്നെങ്കിലും അവൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഹല്ലേലൂയ ഈ ബാലാക്ക് പറഞ്ഞതായ അവൻ്റെ കയ്യിൽ നിന്ന് അവൻ പറഞ്ഞതായ ആ തുക അല്ലെങ്കിൽ അതിൻ്റെ ദ്രവ്യം വാങ്ങുക എന്നുള്ളതായിരുന്നു അവൻ്റെ ഉദ്ദേശം. അതാണ് അവിടെ കാണുന്നത്. അനീതിയുടെ കൂലി കൊതിച്ചു. ബിലെയാമിൻ്റെ വഴിയിൽ നടന്നു, അവൻ അനീതിയുടെ കൂലി കൊതിച്ചു, എങ്കിലും തൻ്റെ അകൃത്യത്തിന് ശാസന കിട്ടി എന്നാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. അതേ ദൈവത്തിൻ്റെ മക്കളെ, പലപ്പോഴും നമ്മുടെ വഴികളെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവശബ്ദം കേൾക്കുന്നവരാണ്. ദൈവത്തിൻ്റെ ശബ്ദം പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, പക്ഷേ നമുക്ക് അനുസരിക്കുവാൻ കഴിയുന്നില്ല. നമ്മൾ പല തീരുമാനങ്ങളും എടുക്കുന്നത് ഒരുപക്ഷേ ദൈവത്തിൻ്റെ ആലോചന പ്രകാരമായിരിക്കും. ദൈവത്തോട് നമ്മൾ ആലോചന ചോദിക്കാറുണ്ട്. ദൈവം നമുക്കതിന് കൃത്യമായി ഗൈഡൻസ് തരാറുണ്ട്. സ്തോത്രം. ഇന്ന വഴിയിൽ നടക്കണം. നമ്മുടെ വഴികൾ ഓരോ സ്റ്റെപ്പുകൾ വെക്കുമ്പോഴും ദൈവിക ആലോചന നമ്മൾ ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് വളരെ വ്യക്തമായി വളരെ ഇമ്പകരമായി സംസാരിക്കുവാൻ ദൈവം നമ്മോട് ആഗ്രഹിക്കുക. പക്ഷേ നമ്മളൊക്കെ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ ഒക്കെ നാം ദൈവത്തോട് ആലോചന ചോദിക്കുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ഇംഗിതം നിറവേറ്റാൻ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളും യാചനകളുമായി നമ്മൾ മാറുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പലതും നമ്മൾ ദൈവത്തോട് നിർബന്ധിക്കുന്നതാണ് ഇന്ന കാര്യങ്ങൾ നമ്മൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. സ്തോത്രം. ബാലാക്കിൻ്റെ ആവശ്യപ്രകാരം ബിലെയാം അവിടെ യാത്ര ചെയ്യുകയാണ്. സ്തോത്രം. എന്നാൽ അത് ദൈവത്തിന് പ്രസാദകരമായിരുന്നില്ല. അനീതിയുടെ കൂലി കൊതിച്ചുകൊണ്ടാണ് അവൻ യാത്ര ചെയ്തത് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അവിടെ ചെന്നിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ബിലെയാമിനോട് ദൈവം പറയുന്നുണ്ട് ഇസ്രായേൽ ജനത്തെ ശപിക്കരുതെന്ന്. പല പ്രാവശ്യം ഈ ദൈവത്തോട് ബിലെയാം ആലോചന ചോദിക്കുന്നു, ഞാൻ ഇവരോട് എന്തു പറയണം? ഈ ജനത്തെ അനുഗ്രഹിക്കണമോ? ഈ ജനത്തോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ കൃത്യമായി സ്തോത്രം
ബിലയാമിനോട് ആ ജനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ബിലയാം, ഹല്ലേലൂയ സ്തോത്രം, അവിടെ ചെയ്ത ആ പ്രവൃത്തികൾ എന്താണെന്നറിയാം. കാര്യം അവിടെ ഞാൻ വായിച്ച് ദൈവജനത്തെ കേൾപ്പിച്ചതുപോലെ തന്നെ സ്തോത്രം, അവര് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ജനമാണ്, വേർപെട്ട ജനമാണ്. ദൈവത്തിന് ആമേൻ പ്രത്യേക ജനമായി ദൈവം അവരെ വേർതിരിച്ചതാണ്. അതുകൊണ്ട് ആ ജനത്തെ ശപിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെയാണ് നമ്മൾ സംഖ്യാപുസ്തകത്തിൽ കാണുന്നത്. ആ ജനത്തെ ശപിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അവർ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാണ്, എങ്കിലും അവരെ ആർക്കും ശപിക്കുവാൻ കഴിയുകയില്ല. അവിടെ നമ്മൾ വായിച്ചത് അങ്ങനെയാണ്. ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനമാണ്, ജാതികളുടെ കൂട്ടത്തിൽ അവർ എണ്ണപ്പെടുന്നതില്ല. ഇതാണ് ദൈവജനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അതേ ദൈവത്തിൻ്റെ മക്കളെ വേർപെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. സ്തോത്രം, ഹല്ലേലൂയ. തനിച്ച് പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവരെ തൊടുവാൻ ആർക്കും കഴിയുകയില്ല. ആമേൻ, സ്തോത്രം. വേർപെട്ട് വിശുദ്ധിയിൽ ദൈവഭയത്തിൽ ജീവിക്കുന്നതായ ഒരു ദൈവപൈതലിനെ തൊടുവാൻ ആർക്കും സാധ്യമല്ല. ആമേൻ, സ്തോത്രം. അവരെ തൊടുന്നവരെ, ആമേൻ, ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, സ്തോത്രം, എൻ്റെ കൺമണിയെ തൊടുന്നവരെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, തൊടുന്നവർ എന്നെയാണ് തൊടുന്നത് എന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് കാണുവാൻ കഴിയുന്നത്. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രയേലിൽ കഷ്ടത ദർശിക്കാനുമില്ല. അവൻ്റെ ദൈവമായ യഹോവ അവനോട് കൂടെയിരിക്കുന്നു. സ്തോത്രം. ദൈവമായ യഹോവയാണ് ഇസ്രയേൽ ജനത്തോട് കൂടെയിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ ബിലയാം അവർക്കൊരു ആമേൻ അവരെ ശപിക്കുവാൻ കഴിയാത്തതുകൊണ്ട്, അവരെ തകർക്കുവാൻ കഴിയാത്തതുകൊണ്ട്, സ്തോത്രം, അവിടെ ചെയ്ത ഒരു കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. നമ്മൾ വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുന്ന സമയത്ത് അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. സ്തോത്രം. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയുവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്ക്കുവാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട് എന്ന് പറയുന്നു. ബിലയാമിൻ്റെ ഉപദേശം, സ്തോത്രം. ഇങ്ങനെ ഈ ജനത്തെ തകർക്കുവാൻ മറ്റു വഴികളൊന്നുമില്ലാത്തതുകൊണ്ട് ബിലയാം ബാലാക്കിനൊരു ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാമോ? സ്തോത്രം. ഈ ജനം സ്വയം നശിച്ചുകൊള്ളും. ഈ ജനത്തെ തകർക്കുവാനായിട്ട് മറ്റാർക്കും കഴിയുകയില്ല. ഈ ജനം സ്വയം നശിക്കും. അതിനെന്ത് ചെയ്യണമെന്നറിയാമോ? അതിന് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സംഖ്യാപുസ്തകം തന്നെ അതിൻ്റെ 25-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ ബിലയാം ആ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്തതായി ബുദ്ധി ഉപദേശമാണ്. ഇസ്രയേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. ദൈവമക്കളെ, ഒരു ദൈവ പൈതലിനെ തകർത്ത് കളയണമെങ്കിൽ, ആമേൻ, ഒരു ദൈവദാസനെ തകർക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവമക്കളുടെ പാർപ്പിടത്തെ തകർത്ത് കളയണമെങ്കിൽ അവിടെ സംഭവിക്കേണ്ടെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവമല്ലാത്ത വഴികളിലേക്ക് അവർ തിരിയുന്നു, അന്യദൈവങ്ങളെ സേവിക്കുന്നു. എന്നിട്ട് അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ഇസ്രയേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. അതാണ് ദൈവത്തിന് ഏറ്റവും വെറുപ്പായിട്ട് തോന്നുന്നത്. വേർപെട്ട ദൈവജനം, വിശുദ്ധിയിലും വേർപാടിലും ദൈവസന്നിധിയിൽ നിൽക്കേണ്ടുന്ന ദൈവജനം ദൈവത്തെ കോപിപ്പിക്കുന്ന നിലകളിൽ അന്യദേവന്മാരുടെ അടുത്തേക്ക് പോവുകയും വിഗ്രഹത്തെ സേവിക്കുകയും ദൈവജനത്തിന് വിരുദ്ധമായി ജീവിക്കുകയും ഉപദേശ വിശുദ്ധി ഇല്ലാതെ പോവുകയും ചെയ്യുമ്പോൾ അത് ദൈവത്തിൻ്റെ കോപം അവിടെ ജനിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ തെറ്റിപ്പോകാതെ ഇരിക്കണമെങ്കിൽ അനുദിനം ദൈവശബ്ദം കേട്ട് ദൈവീക ആലോചനകൾ കീഴ്പ്പെട്ട്, സ്തോത്രം, നമ്മുടെ വഴികൾ എപ്പോഴും ദൈവത്തിൻ്റെ ഹിതപ്രകാരവും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരവും ദൈവീക ആലോചന പ്രകാരവുമായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ മുൻകാലങ്ങളിലൊക്കെ ഭക്തന്മാർ പാടിയ പാട്ടിൻ്റെ വരികൾ നമുക്ക് ഓർമ്മയുണ്ട്. ആദിയിങ്കൽ കയ്പാകിലും അന്ത്യമോ മധുരമത്രേ. നമുക്ക് പ്രാരംഭത്തിൽ ഇതൊരു കയ്പായിട്ട് തോന്നാം, എന്നാൽ അവസാനത്തെങ്കിൽ നമുക്കത് വളരെ മധുരമായിട്ട് തോന്നും. എന്നാൽ നമ്മുടെ വഴികൾ പലപ്പോഴും നമുക്ക്, ആമേൻ, സ്തോത്രം, ഇമ്പകരമായിട്ട് തോന്നാം, എന്നാൽ അതിൻ്റെ അവസാനം ചിലപ്പോൾ മരണവഴികളായിത്തീരും. അതുകൊണ്ട് ഇന്ന് സന്ധ്യകൾ ദൈവശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നമ്മുടെ ജീവിതയാത്രയിൽ നാം എങ്ങനെയായിരിക്കുന്നു എന്ന് നമ്മളെ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കും. സ്തോത്രം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുന്ന സമയത്ത് അതിൻ്റെ 20-ാം അധ്യായത്തിൽ നമുക്ക് ഒരു കാര്യം കാണുവാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. സ്തോത്രം. അതിൻ്റെ
6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട്, നീ ഇത് ഹൃദയപരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നീ എന്നോട് പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ നിന്നെ തടുത്തു. സ്തോത്രം. ഇവിടെ അബീമേലെക്കിനോടുള്ള ദൈവത്തിൻ്റെ ഒരു അരുളപ്പാടാണ് പറയുന്നത്. അബീമേലെക്കിനോട് പറയുകയാണ്, നീ ഇത് ഹൃദയപരമാർത്ഥതയോടെയാണ് ചെയ്തിരിക്കുന്നത്, എന്നാൽ നീ എന്നോട് പാപം ചെയ്യാതെ ഇരിക്കേണ്ടതിന് ഞാൻ അത് തടുത്തു എന്ന് പറഞ്ഞാൽ അബ്രഹാം പറയുന്നുണ്ട് തൻ്റെ ഭാര്യ സാറ തൻ്റെ സഹോദരിയാണെന്ന് പറയുന്നു. എന്നാൽ അതിൻ്റെ 20-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലാണ് ആ സഹോദരി എന്ന് പറഞ്ഞതുകൊണ്ട് അബീമേലെക്ക് അബ്രഹാമിൻ്റെ ഭാര്യ സാറയെ അബീമേലെക്ക് ഭാര്യയായിട്ട് എടുക്കുന്നു. എന്നാൽ സ്തോത്രം, സ്വപ്നത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ അബീമേലെക്കിനോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബീമേലെക്കിൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും, അവളൊരു പുരുഷൻ്റെ ഭാര്യ എന്നരുളി ചെയ്തു. എന്നാൽ അബീമേലെക്ക് അവളുടെ അടുക്കൽ ചെന്നിരുന്നില്ല. ആകയാൽ അവൻ, കർത്താവേ, നീതിയുള്ള ജാതിയെയും നീ കൊല്ലുമോ എന്ന് ചോദിക്കുന്നു. സ്തോത്രം. നീതിയുള്ള ജാതിയെയും നീ കൊന്നുകളയുമോ? അതേ ദൈവത്തിൻ്റെ മക്കളെ, ഹല്ലേലൂയ. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, ഇവൾ എൻ്റെ പെങ്ങളാകുന്നുവെന്ന് അവൻ എന്നോട് പറഞ്ഞുവല്ലോ, അവൻ എൻ്റെ ആങ്ങളെ എന്ന് അവളും പറഞ്ഞു. ഹൃദയപരമാർത്ഥതയോടും കൈയുടെ നിർമ്മലതയോടും കൂടെ ഞാനിത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹൃദയപരമാർത്ഥതയോടെ, കൈയുടെ നിർമ്മലതയോടെ. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, ഒരു ജാതീയ രാജാവ് അബീമേലെക്ക് നീതികേടല്ല ചെയ്തത്. കാരണം അബ്രഹാം ഒരു തെറ്റായ സ്തോത്രം ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. എന്നാൽ ആ മനുഷ്യനോട് പോലും നീതി കാണിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ കാണുവാൻ കഴിയുന്നു. കാര്യം അത് സ്തോത്രം വളഞ്ഞ വഴികളിലൂടെ അവൻ്റെ ഇംഗിതം നേടിയെടുക്കുവാൻ വേണ്ടി, അവൻ്റെ ഹിതം നേടിയെടുക്കാൻ വേണ്ടി അബീമേലെക്ക് ചെയ്തതല്ല. സ്തോത്രം. മറിച്ച് അബ്രഹാമിൻ്റെ പെങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ ഒരു ക്രമീകരണം ചെയ്തത്. കാരണം അന്നത്തെ ദേശത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ വായിക്കുന്നത്, ആ സ്ഥലത്തിന് ദൈവഭയമില്ലായിരുന്നു. ദൈവഭയമില്ലാത്തൊരു ദേശമായിരുന്നു. സ്തോത്രം. അവിടെ പല കാര്യങ്ങൾ വന്ന് ഭവിക്കുമെന്നുള്ളത് കൊണ്ടാണ് അബ്രഹാം അങ്ങനെ പറഞ്ഞത് എന്ന് കാണുന്നുണ്ട്. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ ജനമേ, ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. ഹൃദയത്തിൻ്റെ പരമാർത്ഥത അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും ഒക്കെ വളഞ്ഞ വഴിയിലും വക്രബുദ്ധിയോടെയുമാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. അതുകൊണ്ട് നാം എടുക്കുന്ന തീരുമാനങ്ങൾ, നാം എടുക്കുന്ന ആലോചനകൾ, നമ്മുടെ വഴികളിലൊക്കെ ദൈവിക പ്രസാദമുണ്ടാകണമെങ്കിൽ സ്തോത്രം, ഹൃദയത്തിൻ്റെ പരമാർത്ഥതയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. സ്തോത്രം. ഹൃദയത്തിൻ്റെ പരമാർത്ഥതയിൽ അവൻ പ്രസാദിക്കുന്ന ദൈവമാണ്. കൈകളുടെ നിർമ്മലതയിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സ്തോത്രം, നമുക്ക് അഭിനയിച്ച് ജീവിക്കുവാനായിട്ട് കഴിയും. മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യനായി ഒക്കെ നമുക്ക് അഭിനയിക്കുവാൻ കഴിയും. പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ പരമാർത്ഥത, നമ്മുടെ കൈകളുടെ നിർമ്മലതയെ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിൽ നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും, ലോകത്തിൽ ഏതെല്ലാം സാഹചര്യങ്ങൾ നമുക്ക് നഷ്ടമായി എന്ന് പറഞ്ഞാലും, ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുവാൻ ഒരിക്കലും ഇടയായിത്തീരരുത്. അതുകൊണ്ട് സ്തോത്രം, ദൈവത്തിൻ്റെ വഴിയാണ് തികവുള്ളത്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം വളരെ ആഴമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ സ്തോത്രം, ഹല്ലേലൂയ, പല വഴികളിലും നമ്മൾ കടന്നു പോകുന്ന സമയത്ത്, പല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തടസ്സങ്ങൾ വരുന്നതായിട്ട് നമുക്ക് തോന്നും. സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്ന പോലെ നടക്കുന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നും. എന്നാൽ ദൈവത്തിൻ്റെ പൈതലെ, സ്തോത്രം, അവിടെയൊക്കെ പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ദൈവപൈതലിനുള്ള ദൈവത്തിൻ്റെ ഒരു കരുതൽ, ദൈവികമായ സംരക്ഷണം എല്ലാ വഴികളിലും നമുക്ക് അനുഭവിച്ചറിയുവാൻ തക്കനിടയായിട്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മളൊരു ഭാഗത്ത് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 16-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. 16-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവർ ആസയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ പൃഫുഗ്യയിലും ഗലാത്യ ദേശത്തും കൂടി സഞ്ചരിച്ച് മ്യൂസിയയിലെത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിൻ്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. ദൈവവചനം പ്രസംഗിക്കാൻ പോകുകയാണ്. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല. പരിശുദ്ധാത്മാവ് അവരെ വിലക്കി എന്നാണ് നമ്മൾ വായിക്കുന്നത്. സ്തോത്രം. നോക്കിക്കേ, ചില വഴികളിലൊക്കെ നമ്മളോർക്കും ദൈവവചനം പ്രസംഗിക്കാനല്ലേ പോകുന്നത്, ശുശ്രൂഷിക്കാനല്ലേ പോകുന്നത്, സ്തോത്രം എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പൈതലെ, അതുപോലും ദൈവികാലോചന പ്രകാരം പോകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപ തന്ന് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് പോലെ ആയിരിക്കണം നമ്മുടെ സ്റ്റെപ്പുകൾ വെക്കേണ്ടത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ സമയം അതിക്രമിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ചിന്തകളെ ഇവിടെ അവസാനിപ്പിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുക. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവകരങ്ങളിൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ദൈവത്തിൻ്റെ വഴിയാണ് തികവുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. ആ തികവുള്ള
ദൈവത്തിൻ്റെ വഴികളിലേക്ക് നടത്തുവാൻ ദൈവകരങ്ങൾ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവിക ആലോചനകൾക്കും ആമേൻ ദൈവികമായ സ്തോത്രം എല്ലാ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി നമ്മളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ പരമാർത്ഥതയിൽ, കൈകളുടെ നിർമ്മലതയിൽ ഒക്കെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മളെ ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.